and girls, Kathu and Chakki. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാനും ഗാർലിക് ബട്ടർ നാനും കൂട്ടത്തിൽ പനീർ കറികളിൽ ഏറ്റവും ടേസ്റ്റിയായ ഷാഹി പനീറും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ബട്ടർ നാനും പനീർ കറികളിലെ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ഷാഹി പനീറുമാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി വേണ്ടത് 3 കപ്പ് മൈദ, 1 കപ്പ് ഗോതമ്പ് പൊടി, കൂടാതെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 കപ്പ് പുളിയില്ലാത്ത തൈര്, കുറച്ച് കസൂരി മേത്തി. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് കലക്കി വെക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൂട്ടത്തിൽ 1/4 കപ്പ് ഇളം ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ ഒരു 20-25 മിനിറ്റ് മതിയാകും. ഇനി മാവ് കുഴയ്ക്കാം. ഒരു വലിയ ബൗളിലേക്ക് മൈദയും ആട്ടയും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഉപ്പ്, പഞ്ചസാര, തൈര്, ഈസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി കുഴച്ചു കൊടുക്കാം. കുഴയ്ക്കാനായി നമുക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കാം. അതിലും കുറച്ചുകൂടി സോഫ്റ്റും ലൂസുമായിരിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം കുഴയ്ക്കാൻ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടി കുഴയ്ക്കാം. ദാ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ ഒരു പരുവം. ഇനി ഒരൽപ്പം എണ്ണ ഇതിൻ്റെ പുറത്തേക്കൊന്ന് തേച്ചു കൊടുക്കാം. ഇനി ഒരു 2 മണിക്കൂർ അടച്ചു വെക്കാം, അല്ലെങ്കിൽ ഒരു തുണിയൊന്ന് നനച്ച് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നു നോക്കാം. ദാ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കാനായി കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറിയ ശേഷം മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് അതിലെ എയറൊക്കെ ഒന്ന് കളയാം. ഇനി ഉരുളകളാക്കി എടുക്കാം. ഏകദേശം ഇത്രയുമുള്ള ഉരുളകളാണ് വേണ്ടത്. ഇനി നമുക്ക് പരത്തിയെടുക്കാം. തീരെ ഘനം കുറയാൻ പാടില്ല. ഒരു ഓവൽ ഷേപ്പിലാണ് പരത്തേണ്ടത്. ദാ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ഇതുപോലെ ഒരു വശത്തേക്ക് ഒരുവിധം നന്നായി തന്നെ തേച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു ഇരുമ്പ് തവയാണ് നല്ലത്. തവയിൽ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ് വെള്ളം തേക്കുന്നത്. ദാ ഇപ്പം ബബിൾസ് ഒക്കെ നന്നായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിം മതി. ഇനി തവയൊന്ന് ഇതുപോലെ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ വശവും തീയുടെ മുകളിൽ വരത്തക്കവണ്ണം ഒന്ന് മാറ്റി മാറ്റി പിടിച്ചു കൊടുക്കാം. കൂടുതൽ കരിയുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു നോക്കുകയും വേണം. ദാ ഇപ്പോൾ നന്നായി വെന്തു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ശരിക്കും കനലിലിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഇനി അടിവശം കൂടി അടർത്തിയെടുക്കാം. ദാ റെഡി ആയിട്ടുണ്ട്. ദാ ഇനി ഇത് കല്ലിൽ നിന്ന് എടുക്കാം. ഇനി പ്ലെയിൻ ബട്ടർ അതിലേക്ക് തേച്ചു കൊടുക്കാം. ഇത് പ്ലെയിൻ ബട്ടർ നാനാണ്.
ഇനി നമുക്ക് ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കാം. അതിന് വേണ്ടത് ഗാർലിക് ഇതുപോലെ ചെറിയ പീസസായി കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 2 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് ഒന്ന് നന്നായി ഇളക്കാം. ഈ ബട്ടർ നാനിൽ തേക്കുമ്പോൾ ഗാർലിക്കിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ പരത്തിയ ശേഷം വെളുത്തുള്ളി അരിഞ്ഞത് വിതറിക്കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് കസൂരി മേത്തി കൂടി ഇട്ടുകൊടുക്കാം. എന്നിട്ട് അല്പം പ്രസ് ചെയ്ത് ഒന്നുകൂടി പരത്തി കൊടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി തവയിലിട്ട് ചുട്ടെടുക്കുന്നത് പോലെ ചുട്ടെടുക്കാം. ഫ്ലെയിമിൻ്റെ പുറത്ത് പിടിച്ച് ചുട്ടെടുക്കുന്നത് ഹെൽത്ത് വൈസ് ഹാംഫുൾ ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടി കാണിക്കുന്നത്. തിരിച്ചും മറിച്ചുമിട്ട് ചുട്ടെടുക്കാം. നമ്മുടെ ഗാർലിക് ബട്ടർ നാൻ നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ദാ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗാർലിക് ഇട്ടിളക്കിയ ബട്ടർ കൂടി തേച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് ബട്ടർ നാനും റെഡിയായി. അപ്പോൾ നമുക്കിനി ഷാഹി പനീർ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഇതിനാദ്യമായി വേണ്ടത് 4 തക്കാളി കുറച്ച് വലിയ കഷ്ണങ്ങളായി എരിഞ്ഞത്, 2 സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളായി എരിഞ്ഞത്, 200 ഗ്രാം പനീർ ഇതുപോലെ ക്യൂബ്സായി കട്ട് ചെയ്തത്, കൂടാതെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു 20ഓളം കശുവണ്ടിപ്പരിപ്പ്, 1/2 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് പാൽ, 1/4 കപ്പ് തൈര്. മസാലക്കൂട്ടുകളായി വേണ്ടത് ഒരു ചെറിയ കഷ്ണം തക്കോലം, ചെറിയ 3 കഷ്ണം കറുവപ്പട്ട, 1/2 ടീസ്പൂൺ പെരുംജീരകം, 4 ഗ്രാമ്പു, 5 ഏലക്ക. പൊടികളായി വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആദ്യം നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. മുഴുവനായിട്ടോ ഇതുപോലെ പീസാക്കി ഇട്ട് കൊടുക്കുകയോ ചെയ്യാം. നികക്ക വെള്ളമൊഴിച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ദാ ഇപ്പോൾ തക്കാളി റെഡിയായി. ഇനിയൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനിയൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒന്ന് വാടി വന്നാൽ മതി. ഒരു 2-3 മിനിറ്റ് മതി. ദാ ഇത് മതി. ഇനിയൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. തക്കാളി വേവിച്ചതിൻ്റെ ചൂടിപ്പോൾ പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് അരച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു അരിപ്പയിലൊഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. നല്ല സ്മൂത്ത് ഗ്രേവി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദാ ഇത്രയും ടൊമാറ്റോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി സവാളയൊന്ന് അരച്ചെടുക്കാം. ദാ ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കണം. ഇനി കശുവണ്ടിപ്പരിപ്പ് ഒരു 20 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കാം. നന്നായി കുതിരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാൻ ചൂടാക്കി ബട്ടറോ നെയ്യോ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മസാലക്കൂട്ടുകളായ കറുവപ്പട്ട, തക്കോലം മുതലായവ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി അതിലേക്ക് പനീറിട്ട് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്യാം. ഒത്തിരി നേരം വേണ്ട, ഒരു 2-3 മിനിറ്റ് മതി. പനീർ ഒത്തിരി ഇട്ട് ഇളക്കേണ്ട. ഒരു വളരെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ കോരിയെടുക്കണം. ഇനി പനീർ ഒന്ന് കോരിയെടുക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് വഴറ്റാം. വഴന്ന് കഴിയുമ്പോഴേക്കും ഒനിയൻ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പിട്ട് കൊടുക്കാം.
ഇതിൻ്റെ കൂടെ എല്ലാ പൊടികളും കൂടിയിട്ട് ഒന്ന് ചൂടാക്കാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കാം. തിളയ്ക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കശുവണ്ടി അരച്ചത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തൈര് ചേർക്കാം. ഒന്നിളക്കി മിക്സ് ആക്കിയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും കറിയുടെ ഗ്രേവി ലൂസാകാൻ പാൽ ചേർത്ത് കൊടുക്കാം. ഇളക്കിയൊന്ന് നന്നായി തിളയ്ക്കുമ്പോഴേക്കും ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം കൂടി ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തിളച്ചു വരുമ്പോഴേക്കും പനീർ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മസാലക്കൂട്ടുകളായി ഇട്ടവ മാറ്റി കൊടുക്കാം. ഇല്ലെങ്കിൽ അത് കറിയിൽ കിടന്ന് കടിക്കാൻ ഇടയാകും. ഒരു 2 മിനിറ്റ് ഇളക്കി അല്പം മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഷാഹി പനീർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി എൻ്റെ ഫേവറേറ്റ് ഗാർലിക് ബട്ടർ നാനും നമ്മുടെ ഷാഹി പനീറും കൂടെ കഴിച്ചു നോക്കിയിട്ടൊന്ന് വരാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ. കൂടാതെ ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.